ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്നൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ്. എയർപോർട്ടിനകത്താണുള്ളത്. ബാക്കി കാര്യങ്ങൾ വഴിയെല്ലാം അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ചെക്ക് ഇന്നിലേക്ക് പോവുകയാണ്. അപ്പം യൂഷ്വലി പാസഞ്ചേഴ്സ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെയിനായിട്ട് വേണ്ടത് ഇത് പാസ്പോർട്ട്, ഓൾ ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ടുണ്ടോ എന്ന് വരും. അപ്പോൾ എനിക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. അപ്പോൾ ക്യൂവിലൊന്നും നിൽക്കേണ്ടി വന്നില്ല. വേഗത്തിൽ തന്നെ ബോർഡിംഗ് പാസ് കിട്ടി. ഇനി ഞാൻ നേരെ എമിഗ്രേഷനിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി എയർപോർട്ടിൽ വന്നു, ലഗേജൊക്കെ സ്ക്രീനിങ് ചെയ്തു, എല്ലാം ഓക്കെ ആയിരുന്നു. ബോർഡിംഗ് പാസ് ചെന്നു, നെക്സ്റ്റ് എമിഗ്രേഷൻ. ഓക്കെ, അപ്പോൾ നേരെ എമിഗ്രേഷനിലോട്ട് ഞാൻ പോവുകയാണ്. എമിഗ്രേഷൻ്റെ ഏരിയയിലേക്ക് നടന്നുകൊണ്ടേയിരിക്കുന്നു. എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ട്രാവൽ ചെയ്യുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും ലീഗലാണോ എന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് ശേഷം മാത്രം എമിഗ്രേഷനിൽ നിന്നാണ് നമുക്ക് ട്രാവലിങ്ങിനുള്ളൊരു പാസ്പോർട്ടിൽ സെയിൽ ചെയ്തിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു. ബോർഡിംഗ് പാസ് കിട്ടിയ പിന്നെ എമിഗ്രേഷൻ കഴിഞ്ഞു. ഞാനിപ്പോൾ ഗേറ്റിൽ വെയിറ്റിങ്ങിലാണ്. 1:15 AM ഫ്ലൈറ്റ്. ഇനിയിപ്പോൾ ഒരു 45 മിനിറ്റ്സും കൂടി ഇല്ല, അരമണിക്കൂറൊക്കെ അത് കഴിയുമ്പോൾ കോളിംഗ് ആവും. അപ്പോൾ പോവും. ഞാൻ ലാസ്റ്റേ പോകത്തുള്ളൂ. പിന്നെ ഫ്രണ്ട് റോയിലാണ് സീറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് പോയാൽ മതിയല്ലോ. അർജൻറ്റുള്ളവരൊക്കെ ആദ്യമേ പോട്ടെ അല്ലേ. പിന്നെ അങ്ങനെ ഇവിടെ ഇരിക്കുന്നു. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മുടെ സൗദി മൾട്ടിപ്പിൾ എൻട്രി വിസ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. എല്ലാവരും, ഞാൻ വാട്സപ്പ് നോക്കുമ്പോൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് വാട്സപ്പ് നോക്കുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്, മൾട്ടിപ്പിൾ എൻട്രി വിസ ഓപ്പൺ ആയോ എന്ന് വെച്ചിട്ട്. ഇല്ല, ഇതുവരെ ആയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ആകുമെന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ ഇങ്ങനെ ലാഗ് ചെയ്ത് പോകുന്നൊരു സ്ഥിതി ആയതുകൊണ്ട് എമർജൻസി ആയിട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നവർ, അല്ലെങ്കിൽ അങ്ങനെ വെയിറ്റിങ്ങിലുള്ളവർ സിംഗിൾ എൻട്രീനെ എടുത്ത് പോയിക്കോളൂ. ഇപ്പോൾ സിംഗിൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ 90 ഡേയ്സ് കിട്ടുന്നുണ്ട്. ഈ 90 ഡേയ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് 2 ടൈംസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോട്ടൽ 270 ഡേയ്സ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതായത് സിംഗിൾ എൻട്രിയിൽ ആദ്യം നമ്മൾ പോകുമ്പോൾ 90 ഡേയ്സ് അവിടെ സ്റ്റേ ചെയ്യാം. 90 ഡേയ്സ് വിസ കഴിയുമ്പോൾ എക്സിറ്റ് ആവാതെ അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ട്രാ പേയ്മെൻറ്റ് അടച്ചിട്ട് നിങ്ങൾക്ക് 90 ഡേയ്സ് വെച്ചിട്ട് 2 ടൈംസ് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ടോട്ടൽ 270 ഡേയ്സ് കിട്ടും. പക്ഷെ അത് ഇപ്പോൾ ഇങ്ങനെ അത് പോസിബിൾ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും 90 ഡേയ്സ് കഴിഞ്ഞ് ആർക്കെങ്കിലുമൊക്കെ അത് റിന്യൂ ചെയ്ത് കിട്ടിക്കഴിഞ്ഞെങ്കിലല്ലേ നമുക്കത് കൺഫേം ആക്കി പറയാനും പറ്റത്തുള്ളൂ. എന്തായാലും ഇപ്പോൾ നിലവിൽ അങ്ങനെ കിട്ടുന്നുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. ധൈര്യമായിട്ട് അപ്പോൾ എമർജൻസി പോകാനുള്ളവർ അങ്ങനെ എടുത്ത് പോയിക്കോളൂ. അല്ലാണ്ട് പിന്നെ മൾട്ടിപ്പിൾ എൻട്രി കാത്തിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ലാഗ് ചെയ്ത് പോകുന്ന സ്ഥിതിക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ, നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി ഉംറയൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്ത് ഒന്ന് കറങ്ങിയൊക്കെ വരാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഉംറ വിസ ഏറ്റവും ഈസി പ്രോസസ്സ് ആയിരിക്കും. കാരണം വേറെ ഒന്നും VFS പോകണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് പാസ്പോർട്ട് കോപ്പി ഫോട്ടോ തന്നു കഴിഞ്ഞാൽ ഉംറ വിസ 24 or 48 hours അപ്രൂവൽ കിട്ടുന്നുണ്ട് നിലവിൽ. അപ്പോൾ അതെടുത്ത് പോയാൽ നിങ്ങൾക്ക് സൗദിയിൽ എവിടെ വേണമെങ്കിലും പോകാം, ട്രാവൽ ചെയ്യാം, സ്റ്റേ ചെയ്യാം, ഉംറ ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ഏത് വേണം, എങ്ങനെയൊക്കെ പോകണം എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് വേറെയുള്ള അപ്ഡേറ്റുകളൊക്കെ ഞാൻ വഴിയേ പറയാം. ഇനി ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ്. ഫ്ലൈറ്റിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ബോർഡിങ്ങിലേക്ക് കടന്നു. ഞാനിങ്ങനെ നടന്നു പോയിക്കോ. പാസഞ്ചേഴ്സ് എല്ലാവരും മുന്നേ പോയി കഴിഞ്ഞപ്പോൾ ഞാനാണ് ഏറ്റവും ലാസ്റ്റ് പോകുന്നത്. ഞാനെപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും കോളിങ്ങിൽ ഏറ്റവും ലാസ്റ്റ് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. മിക്കപ്പോഴും ഫ്രണ്ട് റോ കിട്ടാറുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു ക്യൂവിൽ നിന്ന് ഇതാകണ്ടെന്ന് വിചാരിച്ചിട്ട് കിടക്കുന്ന ഫ്ലൈറ്റിലാണ് ഞാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ബോർഡിങ്ങിൽ കോളിംഗ് ടൈം ഗേറ്റിൽ കോൾ ചെയ്തപ്പോൾ എന്നെ കാണാൻ വന്നപ്പോൾ അനൗൺസ് ചെയ്തു. പിന്നെ
പക്ഷെ നോക്കൂ ഇവിടെ ക്യൂലിങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. പിന്നെ അനൗൺസ്മെൻറ്റ് കേട്ട വേഗത്തിലാണ് അവരെ മുന്നിൽ പ്രസൻ്റായി. കൂടുതൽ പേര് വിളിച്ച് അനൗൺസ്മെൻറ്റ് ചെയ്യിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ബൈക്കിലേക്ക് കയറാൻ പോവാം. പുറത്ത് ഡ്രിസ്ലിംഗ് ആയതുകൊണ്ടിട്ട് അത്രത്തോളം ക്ലാരിറ്റി ഇല്ല. വിൻഡോസ് എല്ലാം ഭയങ്കര ഇതിലിരിക്കുക. ട്രാവലൊക്കെ ചെയ്താൽ ഡെസ്റ്റിനേഷനിലെത്തിയതിനു ശേഷം അടുത്ത അപ്ഡേറ്റ്. ഓക്കെ, ഷാർജ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ജേണിയൊക്കെ നന്നായിരുന്നു. ടേക്ക് ഓഫും ലാൻഡിങ്ങും വളരെ സ്മൂത്തായിരുന്നു. വെരി നൈസ്. ബട്ട് ഭയങ്കര ടർബുലൻസ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. UAE ട്രിപ്സിൽ നോർമലി അങ്ങനെ ഒരു ടർബുലൻസ് ഒന്നും കഴിഞ്ഞ നാളുകളിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര എയർ ടർബുലൻസ് ആയിരുന്നു. എയർ ടർബുലൻസ് മീൻസ് നമ്മൾ ഇപ്പോൾ എയർ ട്രാഫിക്കിൽ വരുന്ന എയർ പോക്കറ്റിൽ വരുന്ന ഒരു ഇതാണ്. നാട്ടിൽ നമ്മൾ റോഡിൽ കട്ടറെന്ന് പറയുന്നതൊക്കെ. അതർവൈസ് ബാക്കിയെല്ലാം സ്മൂത്തായിരുന്നു. ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഉറങ്ങി. ഇമിഗ്രേഷൻ്റെ ബാഗേജ് കളക്ട് ചെയ്യാനായിട്ട് പോകുവാണ്. കളക്ട് ചെയ്യാനായിട്ടുള്ള സമയമായി. ബെൽറ്റിൻ്റെ അടുത്തേക്ക് പോവാണ്. അതായത് നമ്മൾ ട്രിവാൻഡ്രം ടു ഷാർജ ഇൻഡിഗോയുടെ ബാഗേജ് ബെൽറ്റിലേക്ക് പോവുക. ഇതുവരെ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. യാത്ര ചെയ്തവർക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. കണ്ട, ഇതിലേക്കാണ് ലഗേജ് വരിക. കണ്ട, ഇത് വേറെ ഒരു രാജ്യത്തിൻ്റെ ഇവിടെ കാണിക്കും. എയർ ഇന്ത്യ എക്സ്പ്രസ് ബാഗ്സ് ഡെലിവേർഡ് കാലിക്കട്ടിൽ നിന്ന് വന്ന ഫ്ലൈറ്റിലാണ്. നമുക്കുള്ളത് അങ്ങ് പോകണം. ഇൻഡിഗോ ട്രിവാൻഡ്രം ഷാർജ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി ഇവിടുത്തെ വർക്കുകളും തിരക്കുകളുമായിട്ട് മുന്നോട്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. കാണാം.